ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ CDPയിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്ക്. കേട്ടറ്റ്, സീറ്ററ്റ്, സെറ്റ് എന്ന് പറയുന്ന എല്ലാ എക്സാംസിനും, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരുപാട് തവണ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് പൊരുത്തപ്പെടൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കാം. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? സോ വാട്ട് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ പൊരുത്തപ്പെടൽ? Adjustment is a behavioral process by which humans and animals maintain a balance among their various needs or between their needs and the obstacles of their environment. മലയാളത്തിൽ നമ്മൾ അത്രേ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ ചുറ്റുപാടിലെ സാഹചര്യങ്ങളും, നമുക്ക് എപ്പോഴും പേഴ്സണൽ നീഡ്സ് ഉണ്ടായിരിക്കും, എന്നാൽ എല്ലാ പേഴ്സണൽ നീഡ്സിനോടും ചേർന്ന് പോകുന്നതായിരിക്കില്ല നമ്മുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യവും, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രക്രിയയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് അങ്ങനെ പല കോൺഫ്ലിക്റ്റുകളുണ്ടാവും. എങ്ങനെ നമ്മൾ ആ കോൺഫ്ലിക്റ്റിനെ മറികടന്ന് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത്. മീനിങ് മലയാളം വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പൊരുത്തപ്പെടലാണ്. ചിലപ്പോൾ നമുക്കതിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ കൊണ്ട് അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെട്ട് പോകുന്നതിനെയാണ് പൊരുത്തപ്പെടൽ അഥവാ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ പറയുന്ന നമ്മൾ അതിന് കുറച്ച് തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല. അതിന് നമ്മുടെ മൈൻഡ് പല വഴികളും കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നുണ്ട്, ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അവന് സുഖമില്ലാതാവുമെന്നോ അല്ലെങ്കിൽ പനി വരുമെന്നോ ചിലപ്പോൾ അമ്മ അടിക്കുമെന്നോ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ ആഗ്രഹവും ഈ പറയുന്ന ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്ന ആഗ്രഹവും അവന് ചുറ്റുമുള്ള സിറ്റുവേഷൻ സാഹചര്യവും തമ്മിൽ അവിടെ എന്തുണ്ടാവുന്നു, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ചിലപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തിരിക്കാം, ചിലപ്പോൾ അവൻ്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ പനി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്ന തന്ത്രങ്ങൾ ഒരുപാടുണ്ട്. ആ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോന്നും എന്തൊക്കെയാണെന്നുമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈഗോ, സൂപ്പർ ഈഗോ, അത് നമ്മളിനി ഒരു അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന ഈഗോ അല്ലെങ്കിൽ ഈഗോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സമ്മർദ്ദത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അബോധതലത്തിൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവണമെന്നില്ല, നമ്മുടെ അബോധതലത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് അല്ലെങ്കിൽ ആ തന്ത്രങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിഫൻസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ഈഗോയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇനി അടുത്തത് ഡിഫൻസ് മെക്കാനിസം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്രഷനും റാഷണലൈസേഷനും എന്താണെന്നാണ്. എന്താണ് റിപ്രഷൻ, എന്താണ് റാഷണലൈസേഷൻ? ആദ്യം നമുക്ക് റിപ്രഷൻ എന്താണെന്ന് നോക്കാം. Unconsciously banishing unacceptable thoughts, memories or painful experiences from conscious awareness so that they do not cause anxiety. Nothing else. ഇത് ഒന്നുമില്ല, ദമനം. റിപ്രഷൻ മീൻസ് ദമനം. ദമനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്നതായിട്ടോ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ളതോ അല്ലാത്ത ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകളെ ഓർമ്മിക്കാതിരിക്കുക, അത് തന്നെയാണ് എന്ത് പറയുന്നത്, റിപ്രഷൻ അല്ലെങ്കിൽ ദമനം. അതിനെ ദമിച്ചാൽ കളയും, മീൻസ് അതിനെ നമ്മളെ തള്ളിക്കളയുന്നു. അതാണ് ദമനം കൊണ്ട് ഉദ്ദേശിക്കുക. റിപ്രഷൻ ചെയ്യാൻ മീൻസ് തള്ളിക്കളയുക. അങ്ങനത്തെ ആ പറയുന്ന നമുക്ക് അത്രത്തോളം വേദന തരുന്ന മൊമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർഗറ്റ് ചെയ്യുന്നു. കോൺഷ്യസ് ആയിട്ട് തന്നെ ഞാൻ ഇനി അതിനെപ്പറ്റി ആലോചിക്കാനേ പോകുന്നില്ല എന്നുള്ള രീതിയിൽ അതിനെ അബോധതലത്തിലേക്ക് തള്ളിക്കളയുന്നു. അത് ഓർമ്മിക്കേണ്ട എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ എന്ത് ചെയ്തേക്കാം, അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാം. അങ്ങനെ കളയുന്ന പ്രക്രിയയാണ് റിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ചൈൽഡ്ഹുഡിൽ തന്നെ നമുക്ക് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ടാവും. പക്ഷെ നമ്മൾ വളർന്ന് വരുന്തോറും അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അവർക്കാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതിനെ തള്ളിക്കളയാൻ പൂർണ്ണമായും പറ്റുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ഇത് കഴിയാത്ത കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെയും കൂടി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം പറയുമ്പോഴും ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ ഡിഫൻസ് മെക്കാനിസം ഇതുപോലെ വർക്ക് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും റിപ്രഷൻ എന്നത് നമ്മൾ തള്ളിക്കളയുന്നു. ഞാൻ അതിനെപ്പറ്റി ഇനി എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഓർമ്മിക്കാനേ പോകുന്നില്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്നതാണ് റിപ്രഷൻ അഥവാ ദമനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് റാഷണലൈസേഷൻ അഥവാ ന്യായീകരണം എന്ന് പറയും. ആ വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്.
നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കുണ്ടായ വിഷമത്തിനോ അല്ലെങ്കിൽ പരാജയത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു തെറ്റിനോ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ റാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ന്യായീകരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി എന്തെങ്കിലും ഒരാളെ അടിച്ചു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക, ആ കുട്ടി സ്വയം കാരണങ്ങൾ കണ്ടെത്തും. അവൻ എന്നെ തള്ളിയത് കൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് എന്നുള്ള രീതിയിൽ, അല്ല ഞാൻ എന്ത് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവൻ കാരണങ്ങൾ കണ്ടെത്തും. അപ്പോൾ നമ്മൾ സോർ ഗ്രേപ്സ് ഇതിനെ എക്സാമ്പിളായിട്ട് പറയുന്ന എപ്പോഴും ഇത് തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. നമുക്കറിയാം, ഉയരത്തിൽ നിൽക്കുന്ന മുന്തിരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വട്ടം ചാടി നോക്കിയിട്ടും കുറുക്കൻ എന്ത് ചെയ്യുന്നില്ല, മുന്തിരി കിട്ടുന്നില്ല. ഒരുപാട് ശ്രമിച്ചു, കിട്ടാതെ പോയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ കിട്ടാത്ത സാധനത്തിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. എന്തായി, അത് പുളിക്കുന്ന മുന്തിരിയാണ്, മധുരമുള്ള മുന്തിരിയൊന്നും അല്ല, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഫൈൻഡിങ് എക്സ്ക്യൂസസ് ആണ് ന്യായീകരണം, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്ങും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്, ജസ്റ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ, ഫെയിലിയേഴ്സിനെ, ഫീലിങ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് റീസൺസ് കൊടുത്ത് നമ്മുടെ അതായത് നമ്മളെയാണ് ന്യായീകരിക്കുന്നത്, നമ്മുടെ സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മുടെ ആ ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ, നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ന്യായീകരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്, റിപ്രഷനും റാഷണലൈസേഷനും. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ദമനം, റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യായീകരണം. ഇനി അടുത്തത് പ്രൊജക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് പ്രൊജക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? പ്രൊജക്ഷൻ മീൻസ് പ്രക്ഷേപണം. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളിലേക്ക് ആരോപിക്കുന്നു, അതാണ് പ്രൊജക്ഷൻ. പ്രൊജക്റ്റ് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് തന്നെയാണ് അതിൻ്റെ മീനിങ്. ആട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ തോട്ട്സ്, ഫീലിങ്സ് ഓർ മോട്ടീവ്സ് ഓൺ ടു അനദർ പേഴ്സൺ. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഒരു ടീച്ചറിനെ ഇഷ്ടമാണെന്നില്ല. അവന് ടീച്ചറിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ തന്നെ കാരണം കണ്ടുപിടിക്കുകയാണ്, ആ ടീച്ചറിന് എന്തില്ല, എന്നെ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ വികാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് അടിച്ചമർത്തും. നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിക്കുന്നവരെയോ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ അതിന് നമ്മൾ കണ്ടെത്തുന്ന കാരണം എന്തായിരിക്കും, അവൻ എന്നെ ഇഷ്ടമല്ല, എനിക്കതുകൊണ്ട് അവനെ ഇഷ്ടമല്ല എന്നൊരു കാരണം കണ്ടുപിടിക്കാം. സോ നമ്മുടെ കുറ്റങ്ങളും ദൗർബല്യങ്ങളും മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനമാറ്റം. അതായത് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റം. ഒന്നുമില്ല, നമുക്ക് ഒരാളോടൊക്കെ ദേഷ്യം, പക്ഷേ ആ ദേഷ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളോട് കാണിക്കുന്നു, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റമാണല്ലോ, നമുക്കറിയാം, ഒന്നിൽ നിന്നും ഒന്നിലേക്ക് മാറുന്നു. അപ്പോൾ എൻ്റെ ഇമ്പൾസസോ എൻ്റെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മറ്റൊരാളോട് തോന്നിയൊരു അഗ്രഷനോ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു ടാർഗറ്റിലേക്ക് കാണിക്കുന്നു. അതായത് ആ ടാർഗറ്റിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്കുറപ്പുള്ളതിലേക്കാണ് ഞാൻ കാണിക്കുന്നത്. അതായത് എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ശരിക്കും അയാളോട് ഞാൻ ആ ദേഷ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു വസ്തുവിൻ്റെ പുറത്തോ മറ്റൊരു വ്യക്തിയുടെ പുറത്തോ ആ ദേഷ്യം കാണിക്കുന്നു. അതാണ് സ്ഥാനമാറ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ടീച്ചേഴ്സിനോട് തന്നെ പറയാം, കുട്ടിക്ക് ടീച്ചറിനോട് ദേഷ്യം തോന്നുന്നു, ചിലപ്പോൾ ടീച്ചറിനോട് കാണിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അവ എന്ത് ചെയ്യാം, അത് ഡെസ്കിനോടോ ബെഞ്ചിനോടോ അല്ലെങ്കിൽ ആ പറയുന്ന കയ്യിരിക്കുന്ന പേനയോടോ അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അതിൽ ശക്തിയായി അടിച്ചുകൊണ്ടൊക്കെ തീർക്കാം. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 4 പഠിച്ചു, റിപ്രഷൻ പഠിച്ചു, അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്, റാഷണലൈസേഷൻ, ദെൻ പ്രൊജക്ഷൻ, അടുത്ത് പഠിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്തത് കോമ്പൻസേഷൻ ആൻഡ് റിഗ്രഷൻ. കോമ്പൻസേഷൻ മീൻസ് പരിഹാരം. നമ്മൾ പറയല്ലോ കോമ്പൻസേഷൻ കൊടുക്കുക, അങ്ങനെ നമ്മളിതിൻ്റെ വാക്കിൻ്റെ മീനിങ് വെച്ച് ആലോചിക്കുക. എന്ത് ചെയ്യുക, കോമ്പൻസേറ്റ് ചെയ്യുകയാണ്, ഒരു പരിഹാരം ഞാൻ കണ്ടെത്താണ്. അതായത് ഒരു മേഖലയിൽ എനിക്ക് പരാജയമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എനിക്ക് അതിൻ്റെ എക്സലൻസ് കാണിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സ്കിൽസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു മേഖലയിലേക്ക് കാണിക്കുന്നു. ചിലപ്പോൾ അതായത് നമ്മൾ എല്ലാവർക്കും ഒരേ കഴിവല്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും നൃത്തം ചെയ്യാനോ പാട്ട് പാടാനോ ഉള്ള കഴിവുണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവ് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം. ആ കുട്ടി സ്വയം അതിനെ കണ്ടെത്തി ഡിഫെൻസ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ അക്കാഡമിക്സിൽ ആ ഒരു കുട്ടി വീക്കായിരിക്കാം, പക്ഷേ അത്ലറ്റിക്സിലോ അല്ലെങ്കിൽ ആർട്ടിലോ എന്ത് ചെയ്യാം, കലയിലോ ആ കുട്ടിക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കാം. ആ കുട്ടി അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, റിഗ്രഷൻ. നമുക്ക് റിപ്രഷനും റിഗ്രഷനും മാറിപ്പോകുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ദമനമാണ്, തള്ളിക്കളയലാണ്. എന്നാൽ റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ളത്, കുറച്ച്
നല്ലതാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചൊന്ന് നമ്മളെ മൈൻഡിൽ ഇത് ഈ പറയുന്ന ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും, ഒരുപാട് സമ്മർദ്ദ ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പഴയ ശീലങ്ങളിലേക്കോ പെരുമാറ്റത്തിലേക്കോ ഇതൊക്കെ തിരിച്ചു പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ട് സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പഴയ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളായിരിക്കും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മുതിർന്ന ചെയ്യില്ല. ഈ കൊഞ്ച് സംസാരിക്കുക, വിരൽ കടിക്കുക, നഖം കടിക്കുക, അല്ലെങ്കിൽ നമ്മൾ തം സക്കിങ് ചെയ്യുക, അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് സംഭവിക്കുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലേക്ക് മാറിപ്പോകുന്നതാണ് റിഗ്രഷൻ. പക്ഷേ റിഗ്രഷൻ അത്ര നല്ലൊരു ഡിഫൻസ് മെക്കാനിസം അല്ല. അതിൽ നിന്ന് മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർദ്ദഘട്ടങ്ങളിൽ കുട്ടിക്കാലത്തെ ശീലങ്ങളിലേക്കോ പെരുമാറ്റങ്ങളിലേക്കോ ഒക്കെ തിരികെ പോകുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ, ഒരു സ്കൂൾ കുട്ടി എന്ത് ചെയ്യുന്നു, തംസക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബെഡ് വെറ്റിങ്, അതായത് ഒരു അങ്ങനത്തെ ഒരു ഇതിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ പിൻഗാമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സബ്ലിമേഷൻ ആൻഡ് റിയാക്ഷൻ ഫോർമേഷൻ. സബ്ലിമേഷൻ, ഉദാത്തീകരണം. നമ്മൾ നേരത്തെ ന്യായീകരണം പറയുന്നതിന് പോലെ മറ്റൊരു കാര്യം, നമ്മൾ ന്യായീകരണം അതിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം എന്തല്ല, നല്ലതല്ല, അല്ലെങ്കിൽ മോശമാണ്, മറ്റുള്ളവരിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, മോശമായിട്ട് രീതിയിൽ അത് എത്താമെന്ന് വരുമ്പോഴത്തേക്കും ഞാനതിനെ ചാനൽ ചെയ്ത് വിടുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്നു. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ എന്ത് ചെയ്യും, സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിലേക്ക് മാറ്റിമറിക്കുന്നു. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ആങ്കറോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷൻസോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഗ്രസീവ്നെസ് ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് അതിൻ്റെ ആ പറയുന്ന ചലഞ്ചിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പോർട്സിലേക്കോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലേക്കോ അങ്ങനെ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് മാറ്റിവിടുന്ന ഒരു ഹെൽത്തിയസ്റ്റ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ വിളിക്കാം, ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷനെ വിളിക്കാം. വഴിതിരിച്ചു വിടുകയാണ്. അവൻ്റെ ആ ഒരു പറഞ്ഞ ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള എന്ത് ചെയ്യുന്നു, മറ്റൊരു മേഖലയിലേക്ക് സബ്ലൈം ചെയ്ത് വിടുന്നു, വഴിതിരിച്ച് വിടുന്നു. അതിനെയാണ് നമ്മൾ ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു ഏറ്റവും നല്ല പ്രതിരോധ തന്ത്രം എന്ന് വിശേഷിപ്പിക്കാം. ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ സ്വീകാര്യമായതുകൊണ്ട്, സമൂഹത്തിന് നല്ലതായിട്ടുള്ള കാര്യമാണല്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഏറ്റവും നല്ല പ്രതിരോധ തന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്, ഉദാത്തീകരണം അഥവാ സബ്ലിമേഷനെയാണ്. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഫോർമേഷൻ. പ്രതിരോധ രൂപീകരണം എല്ലാവരും ഉള്ള ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ കുറച്ച് വികാരങ്ങളുണ്ടായിരിക്കും. ആ വികാരത്തിനെതിരെ നേരെ വിപരീതമായി നമ്മൾ എന്ത് ചെയ്യും, പെരുമാറുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെയും നമ്മൾ നേരിട്ട് കണ്ടാൽ എന്ത് ചെയ്തെന്ന് വരും, ചിരിച്ച് സംസാരിച്ചെന്ന് വരും. ഹായ് എന്നെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചുമ്മാ ചിരിച്ചേക്കാം. മനസ്സിൽ നമ്മൾ അവരെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഒട്ടും തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ കാണുമ്പോഴത്തേക്കും ഓക്കെ ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ ആ പറയുന്ന ഇമോഷനെ ഞാൻ സപ്രസ് ചെയ്തിട്ട് മറ്റൊരു റിയാക്ഷനെ പുറത്തോട്ട് കാണിക്കുന്നു. ആക്ടിങ് ഇൻ എ മാനർ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു വൺസ് ട്രൂ ആൻഡ് അക്സെപ്റ്റബിൾ ഫീലിംഗ്സ്. ദാറ്റ് മീൻസ് ഷോയിങ് എക്സ്ട്രീം സൂപ്പർഫിഷ്യൽ കൈൻഡ്നെസ് ടു സമൺ യു സീക്രറ്റ്ലി ഡിസ്ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരോട് നിങ്ങൾ പോയി ഇന്ന് ഭയങ്കരമായിട്ട് ദയൊക്കെ കാണിക്കില്ല, അഭിനയിക്കുക എന്നൊക്കെ പറയില്ല. നമ്മൾ പറയില്ലേ, അയ്യോ നീ ഒന്ന് മെലിഞ്ഞു പോയല്ലോ, നീ ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യും, വികാര തള്ളിച്ചയിൽ അവരോട് സംസാരിക്കും. ശരിക്കും അവരോടുള്ള മനസ്സിലുള്ള കാര്യം എന്താണ്, വി ഡിസ്ലൈക്ക് ദം, നമുക്ക് അവരെ ഇഷ്ടമല്ല. ഇതാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഇത്രയും പ്രധാനപ്പെട്ട നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. ഈ 8 എണ്ണം ഉറപ്പായിട്ട് ഒരുപാട് വട്ടം എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഈ പെഡഗോഗിക്കൽ അപ്രോച്ചസ് ഫോർ നമുക്ക് ഈ പറഞ്ഞ കുട്ടികൾ ഇങ്ങനത്തെ ഈ പറയുന്ന ഈ 8 രീതികളിലൂടെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അയാൾ നോർമലാണ്, അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വയം വഴിതിരിച്ച് വിടാനോ അല്ലെങ്കിൽ സ്വയം അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനോ സാധ്യമാവുന്നുണ്ടെന്നാണ്. എന്നാൽ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളെ ഓവർകം ചെയ്യാൻ പറ്റാത്ത, സ്വയമേ അതിന് മറ്റൊരു പോംവഴി കണ്ടെത്താൻ സാധിക്കാത്ത കുട്ടികളെയാണ് നമ്മൾ മാൽ അഡ്ജസ്റ്റ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത്. അപ്പം അവരെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് തന്നെയാണ്, എംപതി ആൻഡ് സപ്പോർട്ട്. നമുക്ക് അവർക്ക് എന്ത് ചെയ്യുക, ഒരു സേഫായിട്ടുള്ള, അവരെ ജഡ്ജ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാവണം നമ്മൾ എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത്. സോ
ടീച്ചേഴ്സ് മസ്റ്റ് ആക്ട് ആസ് ഫെസിലിറ്റേറ്റേഴ്സ് റാദർ ദാൻ സ്ട്രിക്റ്റ് ആൻഡ് അതോറിറ്റേറിയൻസ്. അതായത് ഈ കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അത് പറയുമ്പോൾ തന്നെ നമ്മളവരെ വഴക്ക് പറഞ്ഞ് നീ അങ്ങനെ ചെയ്ത് വളരെ തെറ്റാണെന്നുള്ള രീതിയിൽ പറയാതെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അനുഭാവപൂർണ്ണമായൊരു സമീപനം കുട്ടിക്ക് നൽകുക. പിന്നെ ആ കുട്ടിക്ക് കുറച്ച് ഇൻഡിവിജ്വലൈസ്ഡ് ടാസ്കുകൾ നൽകുക, സിമ്പിളായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ പറയുന്ന ശ്രദ്ധ തിരിച്ചു വിടാൻ പറ്റുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ, ആ ഒരു ഫ്രസ്ട്രേഷനോ സ്ട്രഗിൾസോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ തന്നെയാണ് അവർക്കപ്പോൾ ആവശ്യവും. ദെൻ അവർ ചെയ്യുന്ന നല്ല കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരിലൊരു പോസിറ്റിവിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വെരി ഗുഡ് എന്നോ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ചിരി പോലും ആ കുട്ടിയിൽ എന്തുണ്ടാക്കും, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും. സോ ആ പറയുന്ന നെഗറ്റീവ് തോട്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു മാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നോ ഈ കുട്ടിക്ക് പുറത്തു വരാൻ നമ്മൾ ടീച്ചർ എന്ന രീതിയിൽ എന്ത് ചെയ്യണം, വളരെ വലിയ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, കേട്ടറ്റിനും സീറ്ററ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. എ ചൈൽഡ് ഇൻ യുവർ ക്ലാസ് ഓൾവേസ് ട്രൈ ടു അട്രിബ്യൂട്ട് എസ് ഫെയിലിയർ ടു അതർ ചിൽഡ്രൻ ഓർ മെറ്റീരിയൽസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം എന്ത് ചെയ്യുന്നു, ആ കുട്ടി മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ശ്രമിക്കുക. പക്ഷേ സീറ്ററ്റ് എക്സാംസിന് കൂടുതലും എന്തിലായിരിക്കും വരിക, ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആൻഡ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, എപ്പോഴും അവൻ്റെ ഫെയിലിയേഴ്സ് മറ്റൊരു കുട്ടിയുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസിൻ്റെ പുറത്തോ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മളത് പഠിച്ചതാണ്. വാട്ട് ഡിഫെൻസ് മെക്കാനിസം ഡസ് ഹി യൂസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫെയിലിയർ നമ്മൾ മറ്റൊരാളുടെ മേലിലോ മറ്റൊരു ഒബ്ജക്ട്സിൻ്റെ മേലിലോ പ്രൊജക്റ്റ് ചെയ്യുന്നു, ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു, പ്രൊജക്ഷൻ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഡിഫെൻസ് മെക്കാനിസംസ് ആർ പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ വിച്ച്? ഈ ഡിഫെൻസ് മെക്കാനിസംസ് പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ വിച്ച് ആണ്? നമ്മൾ എന്തെങ്കിലും കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണോ, അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണോ, സോഷ്യൽ റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഡിഫെൻസ് മെക്കാനിസംസ് ചെയ്യുന്നത്, അത് മോറൽ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ? അല്ല. എന്തിൻ്റെ കാര്യമായിട്ടാണ്? അൺകോൺഷ്യസ് ആങ്സൈറ്റിയുടെ പുറത്തുണ്ടാകുന്നതാണ്. അതായത് നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാകും, നമ്മൾ അറിയാതെയാണ് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാം. നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന സിറ്റുവേഷനിൽ ഞാൻ ഈ ഡിഫെൻസ് മെക്കാനിസം എടുക്കാം, ആ സിറ്റുവേഷനിൽ ഞാൻ ഈ ഡിഫെൻസ് മെക്കാനിസം എടുക്കാം. അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് എന്ന ഒരു രീതിയിലാണ് എന്ത് പുറത്തു വരുന്നത്, ഈ ഡിഫെൻസ് മെക്കാനിസംസ് പുറത്തു വരുന്നത്. ഉത്കണ്ഠയെ ചെറുക്കാൻ അബോധതലത്തിൽ പ്രവർത്തിക്കുന്നവയാണ് പ്രതിരോധ തന്ത്രങ്ങളെന്ന് പറയുന്നത്. അത് ഓർമ്മിച്ച് വെച്ചേക്കാം. അത് നമ്മുടെ കോൺഷ്യസ് ആക്ടിവിറ്റി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ ബട്ട് ഗെറ്റ്സ് ലോ മാർക്സ് ഇൻ സയൻസ്. ഒരു കുട്ടിക്ക് എന്താണ്, ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം, പക്ഷേ സയൻസിൽ വളരെ കുറഞ്ഞ മാർക്കാണ്. സയൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോ ദേ ചോസ് ടു ബിക്കം എ ലാബ് ടെക്നീഷ്യൻ. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഈസ്, അതായത് ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, മറ്റ് ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ആവാം എന്നുള്ളതിലേക്ക് പോകുന്നു. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണം കിട്ടിയില്ല, അപ്പോൾ മറ്റതുകൊണ്ട് നമ്മളതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനമാണിത്. നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്ക് ഒരെണ്ണത്തിനോടായിരുന്നു താല്പര്യം, പക്ഷേ അതിനത്രയ്ക്കുള്ള സ്കിൽ നമുക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യം സാധ്യമാകാതെ വരുമ്പോൾ മറ്റൊരു സമാനമായ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊരു മേഖലയിൽ നമ്മൾ ചെന്നെത്തുന്നു. മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഡോക്ടർ ആണോയെന്ന് വിചാരിച്ചു, പറ്റിയില്ല. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ മറ്റൊരു എന്ത് ചെയ്തു, സമാനമായ വഴി തിരഞ്ഞെടുത്തു. അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത്. അടുത്തത് സീറ്ററിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫെൻസ് മെക്കാനിസം? നമ്മളിത് പഠിച്ചു. ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്നും കൂടി പറഞ്ഞതാണ്. സബ്ലിമേഷൻ നമ്മൾ സബ്ലൈം ചെയ്ത് വിടുക നമ്മൾ പറഞ്ഞു, വഴിതിരിച്ച് വിടുക. ഉദാത്തീകരണം നമ്മൾ പറഞ്ഞത്. റിപ്രഷൻ അല്ല, റിപ്രഷൻ എന്ന് പറയുന്നത് ദമനമാണ്. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് ന്യായീകരണമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ഥാനം മാറ്റും, നമ്മൾ ഒന്നിലുള്ളതിനെ മറ്റതിലേക്ക് മാറ്റുന്നതിനെയാണ്. പക്ഷേ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയിലേക്ക്, കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വഴിയിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഇമോഷൻസിനെ മാറ്റിവിടുന്നു. അതാണെന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസം. സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിലേക്ക് ഊർജ്ജം മാറ്റുന്നതിനെയാണ് നമ്മൾ ഉദാത്തീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് നമുക്ക് ഒന്നും കൂടി ഇതിനെ കുറച്ച് മെയിൻ പോയിൻറ്റ്സിനെ ഡിസ്കസ് ചെയ്യാം.
സബ്ലിമേഷനാണ് നമ്മൾ ഓൾറെഡി വീണ്ടും പറയുന്നത്. റീഡയറക്റ്റിംഗ് റോ ഇമ്പൾസസ് ഇൻറ്റു പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ വഴിതിരിച്ച് വിടുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും മികച്ചത്. മലയാളത്തിൽ അതിനെ ഉദാത്തീകരണം എന്ന് പറയും. ഇനി പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നു. അതിനെ മലയാളത്തിൽ പ്രക്ഷേപണം എന്ന് പറയും. കുറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നു. അടുത്തത് റാഷണലൈസേഷൻ. എക്സ്ക്യൂസസ്. സോർ ഗ്രേപ്സ് മറക്കരുത്, സോർ ഗ്രേപ്സ്. കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു എന്ന് പറയുന്ന ന്യായീകരണം. തൻ്റെ പരാജയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണം കണ്ടെത്തുന്നു. ഇനി റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ട്രെസ്സ് കൊണ്ട് നമ്മൾ മറ്റേ പഴയ രീതിയിലേക്ക്, നമ്മുടെ കുട്ടികൾ കാലത്തൊട്ടാണ് ചില പെരുമാറ്റങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. റിവേർട്ടിംഗ് ടു ഇൻഫൻറ്റൈൽ ബിഹേവിയർ, അതിനെയാണ് നമ്മൾ റിഗ്രഷൻ അല്ലെങ്കിൽ പിൻഗാമനം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എത്താം. ബൈ.